ആ അനധികൃതമായിട്ട് ലൈൻ വലിച്ചതിൽ നിന്ന് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചാൽ അതെങ്ങനെയാണ് സർക്കാരിൻ്റെ കൊലപാതകമാണെന്ന് പറയാൻ കഴിയുക? ഒരു കുട്ടിയെ നിങ്ങൾ ഓടുന്ന KSRTC ബസ്സിൻ്റെ മുന്നിലേക്ക് ഒരാൾ തള്ളിയിട്ട് കൊന്നാൽ അത് KSRTC ബസ് ഇടിച്ചു കൊന്നു, അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്ന് പറയാൻ കഴിയുമോ? റെയിൽവേ ട്രാക്കിൽ ഒരാളെ പിടിച്ചു തള്ളിയാൽ റെയിൽവേ വകുപ്പ് റെയിൽവേ ആണ് ഈ പറയുന്ന മരണത്തിന് ഉത്തരവാദി എന്ന് പറയാൻ കഴിയുമോ? അതെങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് സർക്കാർ സ്പോൺസേഡ് മർഡർ എന്നുള്ള വാദം ഈ വിഷയത്തിൽ നിലനിൽക്കില്ല. ആ വിഷയം വളരെ പെട്ടെന്ന് തന്നെ വൈകാരികമായി കത്തിക്കാനാണ് അവിടെ ശ്രമിച്ചത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പറയേണ്ട വിഷയം, നേരത്തെ ആന്റോ അഗസ്റ്റിൻ സൂചിപ്പിച്ചതുപോലെ, ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതൽ UDF പറയേണ്ടിയിരുന്ന വിഷയം ഈ വന്യജീവി മനുഷ്യ സംഘർഷത്തെ തുടർന്ന്, അവിടെ സംഘർഷമൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ വാക്ക്, ആ ഹ്യൂമൻ വൈൽഡ് കോൺഫ്ലിക്റ്റ് HWC എന്നുള്ള പദപ്രയോഗം തന്നെ നിലമ്പൂരിലോ വയനാട്ടിലോ ഇടുക്കിയിലോ ജനതയ്ക്ക് ചേരുന്നതല്ല. അവിടെ വന്യജീവി ആക്രമണം എന്ന് തന്നെ നമ്മൾ പറയണം. ആ വന്യജീവി ആക്രമണത്തെ തുടർന്ന് കൊല ചെയ്യപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ എന്തുകൊണ്ടാണ് UDF ആദ്യം ശ്രമിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് അവർ മലബാറിന് പിന്നാലെ പോയത്? മലപ്പുറത്തിന് പിന്നാലെ പോയത്? എന്തുകൊണ്ടാണ് അവർ പെൻഷന് പിന്നാലെ പോയത്? ആ വിഷയം സംസാരിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ ആദ്യത്തെ ഭാഗത്തെ പ്രേക്ഷകരുടെ സംശയം മാറിയിട്ടുണ്ടാവും. ഈ വിഷയം മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അനന്തുവിൻ്റെ വിഷയം ഒരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമല്ല. അത് വിനീഷ് എന്ന് പറയുന്ന ഒരു ഈ കാട്ടുപന്നിയെ ഷോക്കേൽപ്പിച്ച് വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഒരു മാഫിയ സംഘത്തിലെ ഒരാൾ നടത്തിയ ക്രിമിനൽ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിൻ്റെ ഇരയാണ് അനന്തു എന്നുള്ളതാണ് വാസ്തവം.